അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ പാലുകാച്ചാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാനും അപ്പുക്കുട്ടനും ഏട്ടനും കൂടെ ഇറങ്ങി പുറപ്പെടാൻ നിന്നപ്പോൾ അപ്പുക്കുട്ടനാണെങ്കിൽ എന്നെ വിടുന്ന ലക്ഷണമില്ല. ചേട്ടൻ എങ്ങനെ നിനക്ക് ഉണ്ടാവുന്നേ? ചേട്ടൻ ഉണ്ടാവത്തില്ല. അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ ലുലുവിലോട്ട് ചെന്നിട്ട് ആദ്യം ഇലക്ട്രോണിക്സ് ഐറ്റംസിലാണ് കേട്ടോ കയറിയത്. അവിടെ ചെന്നപ്പോഴത്തേനും എല്ലാം വലിച്ചു വരി എടുക്കാൻ തുടങ്ങി. ഇതെങ്ങാനും നിലത്ത് വീണ് പൊട്ടി കഴിഞ്ഞാൽ എന്റെ കീശ കീറും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് പോയി. അവിടെ ചെന്ന് കയറി കൊടുത്തത് ചോക്ലേറ്റിന്റെ സൈഡിലായിരുന്നു. പട മേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തം കൊളുത്തി തീ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അവിടുന്ന് നേരെ എത്തിയപ്പോൾ പൂച്ചയല്ല പാവയുടെ അടുത്തോട്ടായിരുന്നു. പിന്നെ അത് തൂത്തും തടവി അവൻ അവിടെ നിന്നോട്ടങ്ങിരുന്നു. എനിക്കാണെങ്കിൽ ഈ ഒരു കണ്ണന്റെ ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാ ഫോട്ടോ പോലെയല്ല, ഇതിൽ കുറേ ഇങ്ങനെ കല്ല് മുത്ത് എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിന്റെ ഒരെണ്ണം ഞാൻ എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഏട്ടൻ പറഞ്ഞു നിന്റെ ഡ്രസ്സിന്റെ അതേ കളറെന്നും പറഞ്ഞ് ഈ ചട്ടി എടുത്ത് എൻ്റെ കൈ തന്നു. അല്ല ഫ്ലവർ വൈസ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാനങ്ങനെ ശകുന്തളയായിട്ട് കുറച്ച് നേരം അവിടെ നിന്നൊക്കെ നോക്കി കേട്ടോ. പിന്നെ അവിടെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി അവസാനം എനിക്ക് വേണ്ട 2 ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു. ശേഷം ലുലുലു വന്നാൽ എപ്പോഴും വന്ന് അവൻ എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് എത്തിയെടുക്കും കേട്ടോ. പോരാത്തതിന് പിള്ളേർക്ക് വലിഞ്ഞു കയറാൻ വേണ്ടി ഒരു കമ്പിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് കാണാതെ മോളിൽ ഇരിക്കുന്നതും കൂടെ എത്തിപ്പറക്കി എടുക്കാൻ പറ്റും. അങ്ങനെ അവന് വേണ്ടതല്ല അവൻ പറക്കി. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചതെല്ലാം റാപ്പ് ചെയ്യാൻ വേണ്ടി ഏട്ടൻ ബില്ലടിച്ചിട്ട് അങ്ങോട്ടും കൊണ്ടുപോയി. ആ ഒരു സമയം കൊണ്ട് അപ്പുക്കുട്ടനാട്ടോ ഇന്നെല്ലാം എനിക്ക് പറക്കി എടുത്ത് ട്രോളിയിലോട്ട് ഇട്ട് തന്നത്. ഇവിടെ വെച്ച് അപ്പുക്കുട്ടന് വാങ്ങിച്ച കളിപ്പാട്ടം അവൻ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചെടുത്തിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ച മുട്ട പപ്സ് ഞാനിരുന്ന് മാക്കം കഴിച്ചു. എനിക്ക് മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.